നിയമസഭാ തെരഞ്ഞെടുപ്പിന് പൊന്നാനിയിൽ നേരിട്ട് പോരാടുന്നവരുടെ ചിത്രം തെളിഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വഖഫ് ബോർഡ് ചെയർമാൻ AK സക്കീറും UDF സ്ഥാനാർത്ഥിയായി KPCC ജനറൽ സെക്രട്ടറി K നൌഷാദ് അലിയും അംഗത്തിനിറങ്ങും. കടുത്ത മത്സരത്തിന് വഴി തുറക്കുന്നതാണ് ഇരുമുന്നണികളുടെയും സ്ഥാനാർത്ഥിത്വം. ശനിയാഴ്ച ചേർന്ന CPM പൊന്നാനി നിയോജകമണ്ഡലം കമ്മിറ്റി MK സക്കീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകി. പൊന്നാനിയിലെ UDF വേദികളിൽ കഴിഞ്ഞ 2 വർഷമായി സ്ഥിര സാന്നിധ്യമാണ് നൌഷാദ് അലി. KPCCയുടെ മിഷൻ 2025ന്റെ ഭാഗമായി പൊന്നാനിയുടെ ചുമതലക്കാരനായി എത്തിയ നൌഷാദ് അലി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പരിപാടികളിൽ സ്ഥിരം പ്രഭാഷകനാണ്. സംസ്ഥാനത്ത് കോൺഗ്രസിന് വിജയസാധ്യതയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ 63 മണ്ഡലങ്ങളുടെ പട്ടികയിൽ പൊന്നാനിയും ഉൾപ്പെടും. 2006 മുതൽ ഇടതുപക്ഷത്തിനൊപ്പമുള്ള പൊന്നാനി തിരിച്ചുപിടിക്കാൻ VD സതീശന്റെ ആശീർവാദത്തോടെ പൊന്നാനിയിലെത്തിയതാണ് KP നൌഷാദ് അലി. 2.5 വർഷം മുമ്പ് MP ഗംഗാധരൻ ഫൗണ്ടേഷൻ പൊന്നാനിയിൽ സംഘടിപ്പിച്ച MP ഗംഗാധരൻ അനുസ്മരണ പരിപാടിയിലൂടെയാണ് KP നൌഷാദ് അലി പൊന്നാനിയിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. VD സതീശനായിരുന്നു അന്ന് ഉദ്ഘാടകൻ. പൊന്നാനി മണ്ഡലത്തിലെ സംഘടനാ സംവിധാനം കരുത്തുറ്റതാക്കി പൊന്നാനി തിരിച്ചുപിടിക്കുക എന്ന ചുമതലയായിരുന്നു നൌഷാദ് അലിക്ക് നൽകിയിരുന്നത്. മുസ്ലിം സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്താൻ നൌഷാദ് അലിയുടെ പൊന്നാനിയിലെ സാന്നിധ്യം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. അയ്യപ്പ ഭക്തന്മാർക്കായി തുടർച്ചയായി 2 വർഷങ്ങളിൽ ഒരുക്കിയ അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഇടത്താവളത്തിന്റെ പ്രധാന സംഘാടകരിൽ ഒരാൾ നൌഷാദ് അലിയായിരുന്നു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിൽ നൌഷാദ് അലി സജീവമായുണ്ടായിരുന്നു. തീരദേശ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു നൌഷാദ് അലിയുടെ പ്രവർത്തനം. തീരദേശത്ത് UDFന് മുന്നേറ്റം ഉണ്ടാക്കാനായത് നൌഷാദ് അലി ഇഫക്റ്റിന്റെ ഭാഗമാണെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പൊന്നാനിയിൽ തുടർച്ചയായ 5ാം വിജയമാണ് MK സക്കീറിലൂടെ CPM ലക്ഷ്യമിടുന്നത്. PSC ചെയർമാൻ, വഖഫ് ബോർഡ് ചെയർമാൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ഇടപെടൽ സാധ്യമാക്കിയ സക്കീറിന്റെ ജനകീയ ഇടപെടൽ ഗുണകരമാവുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലെയും വോട്ട് നേടാൻ സക്കീറിനാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷ. നേരത്തെ M സ്വരാജിന്റെ പേര് സജീവമായി കേട്ടിരുന്നെങ്കിലും മത്സരരംഗത്തേക്കില്ലെന്ന് സ്വരാജ് തന്നെ അറിയിക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദീഖിന്റെ പേരും പരിഗണിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ M വിജയരാഘവന്റെ പേരും വന്നിരുന്നു. അപ്രതീക്ഷിതമായാണ് MK സക്കീർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്നത്.